കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ. 5, 4, 3, 2, 1, 0. നമ്മുടെ ഷോ കുറേ പേരുടെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ചം പകർന്നിട്ടുണ്ട്. കുറേ പേര് ചിരിപ്പിക്കാനായിട്ട് നമ്മുടെ ഷോന് സാധിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശക്തിക്കും നമ്മുടെ ഈ ഒരു കൂട്ടായ്മയെ തകർക്കാൻ സാധിക്കില്ല കേട്ടോ. സോ നമ്മളും ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് നൗ യു ആർ വാച്ചിങ് ഈ മാസ്റ്റർ പ്രസൻസ് കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് സ്റ്റാർ മാജിക്. ഏതായാലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ടീം മെമ്പേഴ്സിനെ വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ദ എൻഡ് ടീം ടു സ്റ്റാർ മാജിക്. ഞാൻ ഇന്ന് സുചേട്ടന്റെ അടുത്ത് ഈ ഫ്ലോറിൽ കയറിനേക്കാളും മുന്നേ കണ്ടപ്പോ ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം ആദ്യം ഞാൻ പറഞ്ഞ അഭിപ്രായം എന്താന്ന് പറയൂ. കുറെ നാളുകൾക്ക് ശേഷം നല്ല സുന്ദര കുട്ടനായിട്ട് വന്നു. അല്ല സാധാരണ ഇതും ഉണ്ടായിരുന്നില്ല, ഇതും ഉണ്ടായിരുന്നില്ല. അല്ല സാധാരണ സ്റ്റാർ മാജിക് വന്ന് നമ്മൾ പച്ചയാണ് പിടിച്ചത്, പക്ഷെ സുധിയണ്ണ മഞ്ഞയാണ് പിടിച്ചിരിക്കുന്നത്. സത്യം എല്ലാരും മഞ്ഞ. അല്ല സുചേട്ടാ, എന്തിനാ ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യണത്? എപ്പോഴും വെറൈറ്റിക്ക് വേണ്ടിട്ടാണോ? ഓരോ ദിവസം പോരെ സ്റ്റൈലല്ലേ? അല്ല സ്റ്റാർ മാജിക്കിലെ ടൊവിനോ ആണ് നമ്മുടെ സ്റ്റാർ മാജിക്കിലെ ടൊവിനോ. ടൊവിനോ ഇത് ടൊവിനോ അല്ലടാ ഷിയാസേ, ടോൾവിനോ. ലക്ഷ്മി, നമ്മൾ സാധാരണ പറയാറുള്ളത് നമ്മൾ ഇതിൽ ആർട്ടിസ്റ്റുകൾ പരസ്പരം ചെളിവാരി എറിയുന്നു, കരിവാരി തേക്കുന്നു, കളിയാക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ വന്ന് ആരാണ് കളിയാക്കാത്തത്? ഒന്ന് പറ ലക്ഷ്മി. ഞാൻ ഇങ്ങനെ വന്നത് എന്താണെന്ന് നിങ്ങൾ കുറച്ച് കഴിയുമ്പോ അറിയും. അല്ലല്ല, കുറച്ച് കഴിയുമ്പോഴല്ല. ഇപ്പൊ ഞാൻ പറയില്ല, കുറച്ച് കഴിയുമ്പോ പറയും. അല്ല ഒരു കാര്യമുണ്ട്, ഇങ്ങനെ വരുന്നോണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. എന്തോ ഒരു സർപ്രൈസ്, എന്തോ ഒരു ഗുഡ് ന്യൂസ് നമുക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നിർബന്ധിക്കണില്ല, അത് പിന്നീടാവട്ടെ. എന്തായാലും എനിക്കൊരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തപ്പോ കുറെ തഗ് വന്ന ഒരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോവാ. പക്ഷെ ഇന്ന് ഒരു ഗസ്റ്റ് അല്ല, ഒരുപാട് ഗസ്റ്റുകൾ, ഒരുപാട് സർപ്രൈസസ് ഇന്നത്തെ സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡിൽ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് വെൽക്കം ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം സലീമേട്ടൻ. കഥ തുടങ്ങുവാൻ സമയമായി. കഥ അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സലീം കുമാർ. അല്ല, ഈ കഥ അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ടേ ഇവിടുന്ന് പോണ ചേട്ടന് മീശയൊക്കെ ഉണ്ടായിരുന്നല്ലോ, മീശ ഇവിടെ പോയി. അത് നമ്മളിങ്ങനെ ദൈവമേ ഇന്നത് നടത്തി തന്നാൽ ഇന്നത് ചെയ്തേക്കാന്നൊക്കെ പറയൂലേ. അപ്പൊ സ്റ്റാർ മാജിക്കിൽ ഇവിടുന്ന് ഞാൻ പോയി. പിന്നെ എന്നെ രണ്ടാമത് വിളിച്ച ഭഗവാനെ ഈ ഉള്ള മീശ വടിച്ചു കളഞ്ഞേക്കാൻ ഞാൻ നേരത്തെ എന്നെ വിളിച്ചു, ഞാൻ വടിച്ചു. എന്നെ വിളിച്ചു, ഞാൻ വടിച്ചു. സുഖാണോ? പരമസുഖം. ഞങ്ങൾക്കും അതെ, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഭയങ്കര സുഖമായിരുന്നു. ഞാൻ അറിയുന്നുണ്ടല്ലോ അസുഖങ്ങൾ. ആ അസുഖത്തിന് എന്തെങ്കിലും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനുണ്ടോ? അല്ല, അതിന് മരുന്നൊന്നുമില്ല. സത്യത്തിൽ ഞങ്ങൾക്ക് അസുഖമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അസുഖമുണ്ടോ? അല്ല, നിങ്ങൾ തോന്നുമ്പോ എനിക്ക് ഒരു അഹങ്കാരവും അഭിമാനമൊക്കെ തോന്നിയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും. നിങ്ങൾ ഈ പ്രവേശ് ടിവിയുടെ അഭിമാനങ്ങളാണ്. ആ കാരണമുണ്ട്. ഇപ്പൊ ഏത് പരിപാടി നഷ്ടത്തിലേക്ക് പോയാലും ശരി, ഈ സ്റ്റാർ മാജിക് ഒരിക്കലും നഷ്ടത്തിലേക്ക് പോകില്ല. അതിന് കാരണമുണ്ട്. ഇപ്പൊ തമാശയൊക്കെ ചീഞ്ഞു പോയാലും നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഈ പരിപാടികൾ ഉത്പാദിപ്പിക്കുന്ന ചെളി വിറ്റായാലും ഇവര് രക്ഷപ്പെട്ടു പോയിക്കോളും. അല്ല, അസീസിനെ മാത്രമല്ലേ, അസീസാണല്ലോ കുറച്ച് പൊക്കമുള്ള ആള്. അപ്പൊ ഒരു പൊതു എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. കമ്പനിക്ക് ഏറ്റവും ലാഭം. പക്ഷെ വേറെ കാര്യം, സലീമേട്ടൻ സൂചിപ്പിക്കുന്നതാണോ അവസാനം കൊണ്ട് മേളിൽ കൊണ്ട് താഴെ ഇടും? അത് വളർത്താനാണോ കൊല്ലാനാണോ അറിയാൻ പറ്റില്ല. അല്ല, അടിമരുതി
അടിമാലി പുള്ളി മാറിക്കാം കിളി ഇന്ന് ഒരു ലോഡ് കയറ്റി ആഗോളതലത്തിൽ പറയുകയാണെങ്കിൽ ലോഡ് അടിച്ചോണ്ടിരിക്കും. സ്റ്റോക്ക് എടുക്കാൻ പോയി. ആഗോളതലത്തിൽ പറഞ്ഞാൽ ആഗോള തോൽവിയാണെന്നാണ് പറഞ്ഞു വന്നത്. ശരി. ഇതാണ് ഞങ്ങളുടെ ആഗോള നായകൻ. ഞാനിത് ഇതൊക്കെ തമാശ കുറഞ്ഞാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് വരാറില്ല. എനിക്ക് അത്രക്ക് ഹഠാത് ആകർഷിച്ചത് കൊണ്ടല്ലേ. അതെ, ഞാൻ ഹഠാത്. അപ്പൊ നിങ്ങളൊക്കെ മണിമുത്തുകൾ തന്നെയാണ്. സംശയമൊന്നുമില്ല. ഇപ്പൊ നമ്മള് ആ പറഞ്ഞാൽ ഞങ്ങൾ ശ്ലാഘിക്കുന്നു. അതെ, നീ ശ്രാവിക്കും. അല്ല ഞാൻ സലിമന്റെ അടുത്തൊരു ഞാൻ ജുഗുപ്സനായി ചേട്ടാ. ജുഗുപ്സനായി. അപ്പളേ ഷിയാസിന് എന്താ പറയണ്ടായിരുന്നല്ലോ? സുധിച്ചേട്ടനെ കാണാൻ ചെയ്താൽ ടോവിനോനെ പോലെ ഇല്ലെന്ന്. സലിമേട്ട ഇതിനൊക്കെ എന്താ പറയണ്ടേ? സലിമേട്ടൻ തന്നെ പറ. അല്ല ഈ ഡ്രസ്സൊക്കെ ഈ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ പോയിക്കോട്ടെ. എനിക്ക് മീശ വെച്ച് തരുമോ? മീശ വെച്ച് തരാൻ പറ്റുമോ? തിരിച്ചു റീപ്ലാന്റ്. സലിമേട്ട ഇനി മീശ വളർന്നിട്ട് പോയാ മതി. അല്ലടാ, ഈ ഹെയർ റീപ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ മീശ ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിക്കോളാം മോനെ. പ്ലീസ് ചേട്ടാ ചേട്ടന്റെ ഏകദേശം ഒരു ഉദ്ദേശം എന്നിട്ട് ഇന്ന് എത്ര ലോഡ് ചെളി ഇവിടുന്ന് കിട്ടും? അപ്പൊ ഞാനിങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നമ്മൾ ഉത്സാഹിച്ചാൽ ഒരുപാട് ചെളികൾ. അത് സലിമേട്ടനെ കൂടെ ചേർത്താ പറഞ്ഞത്. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ എന്താ പറയാ, നമ്മളൊരു വേറൊരു ബിസിനസ്സും കൂടെ കണ്ടെത്തിയിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇതിലും ഇന്ന് അടികൊള്ളാനും ചെളി അതായത് നമുക്ക് വാരി ടിപ്പറിലേക്ക് ആക്കണമല്ലോ. അതിന് വേണ്ടിട്ട് ഒരാളും കൂടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു പുതിയ ഒരു മെമ്പറും കൂടെ നമ്മളെ ഇവിടെ പോയി മെമ്പറ പഞ്ചായത്ത് മെമ്പറാ പഞ്ചായത്തിലോ? അവിടെ ഉണ്ട്, അവിടെ. അപ്പൊ ഇതിലും ശ്രേയ നമ്മൾ വെൽക്കം ചെയ്യാണ്. യെസ്, വെൽക്കം ടു ശ്രേയ എന്നാണ് ഫാമിലിയിലെ പുതിയ മെമ്പറാണ്. ഹലോ, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ നമ്മുടെ പ്രേക്ഷകർ. ഷാറൂഖ് ഖാന്റെ കൂടെ അഭിനയിച്ച കുട്ടിയാ. അതെ. ഓ, അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തായാലും ഞാൻ ആർട്ടിസ്റ്റ് ആണ്. ബേസിക്കലി ഒരു ക്ലാസിക്കൽ ഡാൻസർ ആണ്. അടിപൊളി. ഇപ്പം നമ്മള് സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസിക്കൽ ചെളിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? അത് ശരിയാവോന്നാണ് എന്റെ പേടി. ഇല്ലല്ല, അങ്ങനെയുള്ളവരെ ഞങ്ങൾ ഇവിടെ എടുക്കാറില്ല. അപ്പൊ അങ്ങനെ ഞാനൊരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കരിക്കുലർ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ വെബ് സീരീസ് ചെയ്യാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ നമുക്ക് സ്റ്റാർ മാജിക് കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. വരണം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഒത്തു വന്നത് എനിക്ക് വരാനായിട്ട്. കൊച്ചിക്കാരിയാണോ? അതെ അതെ. വന്നം ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായല്ലേ? ശ്രേയ നമ്മൾ വെൽക്കം ചെയ്യാണ് നമ്മുടെ സ്റ്റാർ മാജിക് ഫാമിലിയിലേക്ക്. കൂടുതൽ വിശേഷങ്ങൾ ശ്രേയയുടെ നമുക്ക് അറിയാൻ വഴി കേട്ടോ. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാംസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായിട്ട് ഫുൾ ടൈം കോച്ചിങ് ക്ലാസുകൾ നിങ്ങൾക്കായിട്ട് നൽകുകയാണ് ഈ മാസ്റ്റർ. കൊച്ചി ജിയോ ഇൻഫോ പാർക്കില് ഏറ്റവും അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ട് മികച്ച അധ്യാപകർ നയിക്കുന്ന 8 മണിക്കൂർ ദൈർഘ്യമുള്ള ഡയറക്ട് ക്ലാസുകളാണ് കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, മികച്ച വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ തന്നെ ലഭ്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും അതുപോലെ തന്നെ വളരെ മിതമായിട്ടുള്ള ഒരു ഫീസുമാണ് ഇതിനു വേണ്ടിയിട്ട് ഈടാക്കുന്നത്. മാത്രമല്ല, EMI ഫെസിലിറ്റീസും കുട്ടികൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. സോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ മാസ്റ്ററിന്റെ സേവനം നേടാനും അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാനും ലോഗോൺ ടു www.emasteronline.com. അത് മാത്രമല്ല, കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ചേട്ടാ, അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് അല്ലേ? അപ്പൊ ഇതെല്ലാം സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ചുക്കാൻ പിടിക്കാൻ സ്റ്റാർ മാജിക് ഷോയില് നമ്മുടെ സലീമേട്ടനുണ്ട്. അത് മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമുക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ആ ഒരു പ്രത്യേകതയെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ ശരിക്കും സ്റ്റാർ മാജിക്കിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരും കൂടെ നമ്മുടെ ഷോന്റെ ഭാഗമായിരിക്കുകയാണ്. അവരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഷോന്റെ ഡൈ ഹാർഡ് ഫാൻസ് ആയിട്ടുള്ള 2 പേരാണ് ജോയിൻ ചെയ്യണേ. ശരിക്കും ഇന്നത്തെ എപ്പിസോഡിലെ 2 സൂപ്പർ സ്റ്റാർസ് എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ അവരെ ഒരു വലിയൊരു സസ്പെൻസ് എലമെന്റ് ഇട്ട് ഞാനിപ്പോ കൂടുതലായിട്ട് പറയുന്നില്ല. 2 പേരെയും നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി, എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് മുമ്പ് മുതൽ ഈ ഒരു ഷോയിൽ പങ്കെടുക്കണം, നമ്മളെ ഒന്ന് വിളിക്കാമോ അല്ലെങ്കിൽ ഞങ്ങളൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ച കുറേ പേരുണ്ട്. അതിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള 2 പേരെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് 2 സൂപ്പർ സ്റ്റാർസ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാം. The most awaiting moment, please. ഇവരാണ് നമ്മൾ പറഞ്ഞ ഇന്ന് നമ്മുടെ ഷോയിലെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയണേ. ഇവരുടെ 2 പേരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അതിനു മുമ്പായിട്ട് 2 പേരെയും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സലീമേട്ടാ, ഇവരാണ് നമ്മൾ പറഞ്ഞ സൂപ്പർ സ്റ്റാർസ്. നമ്മുടെ ഷോയുടെ 2 ഡൈ ഹാർഡ്
ഫാൻസ് ആണ്. ഒന്ന് സജിത്ത് ഏട്ടൻ, മിസ്റ്റർ സജിത്ത്, അദ്ദേഹം വരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. അതുപോലെ തന്നെ അമ്മു നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് കേട്ടോ വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ നമ്മുടെ ഷോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചതില്. അമ്മുവിനും സജിത്തിനും സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. ആക്ച്വലി അമ്മൂന് എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇങ്ങനെ ചിരി ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അമ്മു, ആദ്യം അമ്മൂൽ നിന്ന് തുടങ്ങാട്ടോ. ഇവരാരെങ്കിലും തല്ലാൻ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ലല്ലോ. അമ്മൂനെ പറ്റി പറയാമോ? എന്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഇവിടെ ഹസ്ബൻഡിന്റെ വീടാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 4 മാസം ആയതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഈ ഫ്ലോറിൽ വരണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഫ്ലോറിൽ വരണം, എല്ലാരെയും കാണണം. ബിനിച്ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ബിനിച്ചേട്ടനെ കണ്ടില്ല. പിന്നെ തങ്കു ചേട്ടൻ, പിന്നെ ഐഷു ചേച്ചി, നാനു, അങ്ങനെ എല്ലാരും ഭയങ്കര ഇഷ്ടമാണ്. ഷിയാസക്കയുടെ ഒരു പാട്ടുണ്ടല്ലോ, മുത്തേ സത്തേ, ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാറുണ്ട്. ഏകദേശം എത്ര നാളത്തെ സ്ട്രഗിളിന് ശേഷമാണ് അല്ലെങ്കിൽ ആഗ്രഹിച്ചതിന് ശേഷമാണ് ഇന്നിപ്പോ ഈ ഒരു വേദിയിൽ എത്തിയിട്ടുള്ളത്? ഏകദേശം 2 months കഴിഞ്ഞു. ഓക്കേ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു സന്തോഷ വാർത്തയും കൂടെ പറയാട്ടോ. അതായത് കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമായി. ഇന്ന് ഈ ഫ്ലോറിൽ ഇവര് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരായിട്ടാ. അതായത് ഒന്ന് രാഹുൽ ഹസ്ബൻഡ്, പിന്നെ ഒന്ന് നമ്മുടെ അമ്മു, പിന്നെ 1 month ആയിട്ടുള്ള കുഞ്ഞു വാവ. അപ്പൊ ഇരട്ടി ഹാപ്പിനെസ് ആണ് അമ്മുവിനെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മു എന്ത് പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കും. അങ്ങനെ അമ്മുവിനെ ഇങ്ങനെ ഒരു ആഗ്രഹം അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാളെ ഇവർ കോൺടാക്ട് ചെയ്ത്. പക്ഷെ ഇന്നാണ് ആ ഒരു സമയം എത്തിയത്, അല്ലേ അമ്മു? അതെ. ഓക്കേ. ഈശ്വരന്റെ ഒരു വിധി ഉണ്ടായിരുന്നു. അതെ. ഞാൻ കൂടി വന്ന ദിവസമേ അമ്മൂന് വരാനായിട്ട് വിധിയുള്ളൂ. ഒരുപാട് സന്തോഷം. നമ്മ പ്ലാൻ ചെയ്യണില്ല, ഇതൊക്കെ മൂപ്പലാൻ പ്ലാൻ ചെയ്യണേന്ന്. ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് സ്റ്റാർ മാജിക് ഇത്ര അധികം ഇഷ്ടമാവാൻ കാരണം? നമ്മുടെയൊക്കെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ കോമഡി, ഈ ഷോയിൽ നടക്കുന്ന കോമഡി കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൽ സങ്കടങ്ങളൊക്കെ മറന്ന് നമുക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ചിരിക്കാറുണ്ട് ഈ പ്രോഗ്രാം കണ്ടിട്ട്. അപ്പോ ഒരിക്കലും നമ്മുടെ ഓഡിയൻസ് സോണിലേക്കല്ല നമ്മൾ ഇവരെ ക്ഷണിച്ചിട്ടുള്ളത്, നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്കാണ്. ഗസ്റ്റ് ആയിട്ടാണ് ഇവർ 2 പേരും എത്തിയിട്ടില്ല കേട്ടോ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് 2 പേർക്കും സ്വാഗതം ചെയ്യുകയാണ്. ഇനി സജിത്തേട്ടാ, പാലക്കാട് നിന്ന് സജിത്തേട്ടൻ വന്നിരിക്കുകയാണ്. സജിത്തേട്ടൻ ആദ്യം ഇങ്ങനെ എല്ലാരും കണ്ടപ്പോണ്ടല്ലോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സജിത്തേട്ട, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുന്നു. പാലക്കാട് എവിടെയാ? പാലക്കാട് വടക്കഞ്ചേരിയാണ് സ്ഥലം. വടക്കഞ്ചേരിയാണ്. എന്തായിരുന്നു സജിത്തേട്ടന്റെ ലൈഫിൽ സംഭവിച്ചേ? എൻ്റെ ലൈഫിൽ സംഭവിച്ചത് എന്താ പറയുക, ഞാൻ ഒരു 7 വർഷമായിട്ട് ഇപ്പം ബെഡ് റെസ്റ്റ് തന്നെയാണ്, ബെഡിൽ തന്നെയാണ്. അപ്പം നമ്മുടെ പരിപാടി കാണാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. അപ്പോൾ പരിപാടി കാണാൻ തുടങ്ങി അന്ന് മുതൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ ഫ്ലോറിൽ ഒരു തവണയെങ്കിലും വരണമെന്നുള്ളത്. ഒരു ഓഡിയൻസ് ആയിട്ട് വരണമെന്നായിരുന്നു ആഗ്രഹം. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദി പറയാം സ്റ്റാർ മാജിക്കിനോടും അരൂപേട്ടനോടും. ഓഡിയൻ ആയിട്ട് വരണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നമ്മുടെ സ്റ്റാർ മാജിക് ടീം ഗസ്റ്റ് ആയിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഗസ്റ്റ് സീറ്റിൽ ഇരുത്തിയിരിക്കുക. ചേട്ടാ, ഇപ്പം 7 വർഷമായി ബെഡ് റെസ്റ്റിലാണ് എന്ന് പറഞ്ഞു. എന്താ ഉണ്ടായേ? എനിക്ക് സ്പൈനൽ കോഡിലെ ട്യൂമർ വന്നതാണ്. അങ്ങനെ അരക്കി താഴോട്ട് തളർന്നു പോയതാണ്. അങ്ങനെ കുറേ നാളൊക്കെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം നമ്മുടെ കൈവിട്ട് പോയിരുന്നു. ആ സമയത്താണ് ഞാൻ കൂടുതലായിട്ട് മൊബൈലിലോട്ട് ഇതായത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർ മാജിക്കിന്റെ ഒരു ചെറിയ ഒരു കട്ട് പീസാണ് ഫേസ്ബുക്കിൽ കണ്ടത്. നമ്മുടെ ശ്രീവിദ്യക്കുട്ടി വന്ന ആദ്യത്തെ എപ്പിസോഡാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ കാണാറുണ്ട്. അതെന്താ ഈ ഒരു എപ്പിസോഡ് അന്ന് മുതൽ ഇന്ന് വരെ ഒരു എപ്പിസോഡ് പോലും ഞാൻ മുടങ്ങാറില്ല, അല്ലെങ്കിൽ മുടങ്ങാതെ എല്ലാം കാണാറുണ്ടെന്ന് പറയാൻ കാരണം എന്താ? വേറെയും പല ചാനൽസിൽ പല ഷോസും ഉണ്ട് അല്ലേ ചേട്ടാ? സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇതിനകത്ത് നിങ്ങൾ പറയുന്ന കൗണ്ടറുകളും അതുപോലെ നിങ്ങളിവിടെ കളിക്കുന്ന ഗെയിം, ആ ഗെയിം കാണുമ്പോൾ നമ്മൾ ഈ ഫ്ലോറിൽ കളിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, മനസ്സിൻ്റെ ആണെങ്കിലും ശരീരത്തിൻ്റെ വേദനയും എല്ലാം മറക്കാൻ പറ്റുന്ന ആ 1 മണിക്കൂർ സമയം, അതാണ് പരിപാടി. അപ്പോ ഇനി അമ്മൂലേക്ക് വരികയാണ്. അമ്മൂന് എന്താ സംഭവിച്ചേ? ജനിച്ചപ്പോ തന്നെ ഇങ്ങനെയായിരുന്നു അല്ലെ? ഏതായാലും ഏറ്റവും വലിയൊരു ഹാറ്റ്സ് ഓഫ്, അതുപോലെ തന്നെ റെസ്പെക്ട് കൊടുക്കേണ്ടത് നമ്മുടെ രാഹുലിനാണ്. ലവ് മാരേജ് ആയിരുന്നു നിങ്ങളുടെ, റൈറ്റ്? ആ ഒരു കഥ എന്ന് പറയും, എന്നിട്ട് വേണം ആ ഒരു പ്രണയ നായകനെ നമുക്ക് സ്റ്റേജിലേക്കൊക്കെ ഒന്ന് കൊണ്ടുവരാൻ. ഒരുപാട് വർഷത്തെ പ്രണയമൊന്നും ആയിരുന്നില്ല. എവിടെ വെച്ചാ നിങ്ങൾ കണ്ടുപിട്ടിയെ? എന്നെ നേരിട്ട് വീട്ടിൽ കാണാൻ വരുമായിരുന്നു. ഓക്കെ. ഹസ്ബൻഡ്
ഹസ്ബൻഡിനെ വിളിക്കാം. ശരി. അപ്പൊ ഏതായാലും ആ ഒരു ലവ് സ്റ്റോറി പറയുമ്പോ നമ്മുടെ അമ്മൂന് ഭയങ്കര ഒരു നാണം വരുന്നുണ്ട്. അപ്പൊ ഏതായാലും രാഹുൽ വരട്ടെ. അമ്മൂനെ ഈ വേദിയിലേക്ക് എത്തിച്ചത് അമ്മൂന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള രാഹുലാണ്. സോ അമ്മൂന്റെ അടുത്ത് തന്നെ അമ്മൂനെ ചേർത്ത് പിടിച്ച് നിന്നിട്ട് ഞങ്ങൾക്ക് ആ ഒരു കഥ കേൾക്കണം എന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു പ്രണയകഥ. രാഹുൽ പ്ലീസ്. ഇതാണ് രാഹുൽ. ഇവരുടെ ശരിക്കും ഹണിമൂൺ പീരീഡ് ആണ് കേട്ടോ. ഹണിമൂൺ പീരീഡിൽ 4 മാസമേ ആയിട്ടുള്ളൂ. ഇവർ ഡയറക്റ്റ് ഹണിമൂണിൽ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിലേക്കാ. ആദ്യം തന്നെ ഭയങ്കര സന്തോഷമുണ്ട്, ഒപ്പം ഭയങ്കര റെസ്പെക്ട് തോന്നുക. ഭാര്യയുടെ ഓരോ ആഗ്രഹം ബക്കറ്റ് ലിസ്റ്റിൽ 1, 2, 3 ആഗ്രഹങ്ങൾ പറഞ്ഞിരുന്നു. അതിലൊരു ആഗ്രഹം സാധിച്ചു കൊടുത്തു. 2ാമത്തെ ആഗ്രഹം ദാ ഈ വേദിയിൽ ഇപ്പൊ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ, വലിയൊരു കൈഡി. ഞാൻ ചോദിച്ചോട്ടെ, ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെ ഒരു മാരേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഏതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് അമ്മ ആണ് എന്റെ ഭാര്യയായി വരണ്ടെന്ന് തോന്നാനുണ്ടായ ആ ഒരു സ്പാർക്ക്? എന്താ അവിടെ സംഭവിക്കണേ? എക്സൈറ്റ്മെന്റ് ആണോ? എല്ലാരും നേരിട്ട് കണ്ടതിന്റെ? ഞങ്ങൾക്കാണ് നിങ്ങളെ കാണുമ്പോ ഭയങ്കര അഭിമാനം തോന്നുന്നത്. ആ കേക്കട്ടെ. രാഹുലേ, ഇന്നത്തെ സ്റ്റാർ മാജിക്കിലെ സ്റ്റാർ ആണ് നിങ്ങൾ. എൻ്റെ പേര് രാഹുല്. എൻ്റെ സ്ഥലം ഹരിപ്പാടാണ്. ഹരിപ്പാട് മണ്ണാർശാല ക്ഷേത്രത്തിനടുത്താണ് എൻ്റെ വീട്. ഞാൻ ഇവിടെ എയർപോർട്ടിന്റെ അവിടെ ഒരു ടയർ ഷോപ്പിൽ വർക്ക് ചെയ്യാം. അലൈൻമെന്റ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാണ്. വെള്ളപ്പൊക്ക ടൈം കഴിഞ്ഞ് അതിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് കോവിഡ് വന്നല്ല. ആ കോവിഡ് വന്ന് ആ സമയത്ത് കുറേ നാൾ ഗ്യാപ്പ് വന്നായിരുന്നു. ആ ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് കൂടുതലും ഈ സോഷ്യൽ മീഡിയയിലോട്ട് കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങേണ്ടി വന്നു. ആ സമയത്ത് വെറുതെ പണിയില്ലാതെ വീട്ടിൽ ഇരുന്ന സമയമായപ്പോ അപ്പോ അങ്ങനെ പതിയെ ഇവിടെ പരിചയപ്പെടുന്നു. ഒരു ഹായ് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ആദ്യം വന്നേ? ഇങ്ങോട്ടാ വന്നേ. ശരി. അത് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പരിചയപ്പെട്ടു, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. അതൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വളർന്നായിരുന്നു. പിന്നെ അങ്ങനെ അമ്മൂനെ ഞാൻ കാണാൻ പോയി കുറച്ചു കാലം കഴിഞ്ഞപ്പം അതൊരു ഇതായിട്ട് മാറി. പിന്നെ ഞാൻ അമ്മയുടെയൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് ചെറിയ പൊട്ടിത്തെറിപ്പുകൾ, അതേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. അവർക്കെല്ലാം സമ്മതമായിരുന്നു. വെരി ഗുഡ്. അച്ഛനും അമ്മയ്ക്കും ഒരു വലിയ കൈഡി. ഞാൻ അവിടെ വീട്ടിൽ പോയി സംസാരിച്ചു. ആദ്യം ചെറിയ അതേപോലെ തന്നെ പൊട്ടിത്തെറികൾ അവിടെ ഉണ്ടായി. പിന്നെ ഇവളങ്ങ് ഒറ്റക്കാലം നിന്നു, കൂടെ പോന്നു. ഓക്കെ. ആൻഡ് ഇപ്പൊ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും മാതൃകയായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇവര് 2 അല്ല, ഇപ്പൊ 3 ആണ് കേട്ടോ. അപ്പം എന്തായാലും ഇതുപോലെ തന്നെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോട്ടെ. അമ്മൂനെ പറ്റി പറയൂ, എങ്ങനെയാണ് അമ്മു? ഞങ്ങൾ കൂടുതലായിട്ടൊന്ന് അറിയട്ടെ. എന്ന് പറയുമ്പം വാശിക്കാരിയാ. ശരി. ഒരു കാര്യം അങ്ങോട്ട് ഉന്നി കഴിഞ്ഞാൽ അത് കിട്ടുന്നത് വരെ മോഹം നട്ട അത്രയും കാണും. അപ്പൊ സ്റ്റാർ മാജിക്കിലേക്ക് വരാൻ വേണ്ടിട്ട് മുഖം ഇത്ര വെച്ചിട്ട് വേണ്ടി പാടുപെടുത്തിട്ടെന്നറിയോ? കുഴപ്പമില്ല കേട്ടോ, നന്നായി മുഖം വീർപ്പിച്ച, ഞങ്ങൾക്ക് ഇഷ്ടമായി അമ്മു. ശരിക്കും ആ ഒരു മുഖം വീർപ്പിക്കലിന്റെ സന്തോഷം ഇപ്പൊ ഇരട്ടിയായിട്ടല്ലേ ആ മുഖത്ത് കണ്ടോണ്ടിരിക്കണേ? കേക്കട്ടെ, കുറച്ച് വാശിക്കാരിയാണ്, പിന്നെ കുറച്ച് കുറുമ്പുണ്ട്, അല്ല വേറെ ഒന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, രാഹുൽ ഇത്രയൊക്കെ പറയുമ്പോഴും ശരിക്കും ഭയങ്കരമായിട്ട് കെയർ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ തലോടി ഒരു കുഞ്ഞിക്കുട്ടിയെ കെയർ ചെയ്യണ പോലെയാണ് കേട്ടോ രാഹുൽ അമ്മുനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അമ്മയ്ക്ക് നേരെ അങ്ങോട്ട് കൊടുക്കൂ, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിക്കാനുണ്ട്. ഇനി രാഹുലിനെ പറ്റി പറയൂ അമ്മു. എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് കൂടുതൽ അടിപിടി കൂടുന്ന ഞാനാണ്. സ്വയം അറിയാം. ശരി, കുറുമ്പിയാണെന്ന്. അതെ. പിന്നെ എന്റെ എന്താഗ്രഹങ്ങളും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സാധിച്ചു തരാൻ ഭയങ്കര കെയറിംഗ് ആണ്. ഇനി അടുത്ത ആഗ്രഹം എന്താ? അടുത്ത ആഗ്രഹം ഞാൻ സീക്രട്ട് ആയിട്ട് പറഞ്ഞോളാം. ഇല്ല, ഇനിയിപ്പോ ഒരു കുഞ്ഞൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു ഹാപ്പി ഫാമിലി അല്ലേ? അപ്പം അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇനി അടുത്തത് നിങ്ങൾ കുഞ്ഞാവയും കൊണ്ട് വേണം സ്റ്റേജിലേക്ക് വരാൻ കേട്ടോ. കുഞ്ഞാവയെ അടിപൊളിയായിട്ട് നല്ലൊരു ടാലന്റഡ് ഒരു കലാകാരിയോ ഒക്കെ നമുക്ക് വിടാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവും. ഇവിടെ ഒരു ചെയർ നമ്മൾ സലീമേട്ടാ, എന്താണ് ഇവരെ പറ്റി പറയാനുള്ളത്? എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ഏറ്റവും ഭാഗ്യവതിയായ പെൺകുട്ടിയാണ് അമ്മു. കാരണം ഒരു പെൺകുട്ടി കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു നല്ല ഭർത്താവിനെ കിട്ടുക എന്നുള്ളത്. അതാണ് കാരണം, വേറൊന്നുമല്ല. സമ്പത്തോ കുറെ സ്വർണമോ അല്ലെങ്കിൽ കുറെ സ്വത്തോ ഒന്നുമല്ല. നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മുടെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. നേരെ തിരിച്ചും ഭാര്യയും. എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ ആക്ക് മുമ്പേ ഈ മണ്ണിൽ നിന്ന് പോകണമെന്നാണ്. കാരണം
ഒരു ഭാര്യ എന്ന് പറഞ്ഞ ഒരു 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 പുരുഷന് ഏറ്റവും ഏറ്റവും വലുതാരാന്ന് വെച്ചാൽ അമ്മ കഴിഞ്ഞാൽ ആ പ്രായം കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും ഭാര്യ തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഭർത്താവ്, നേരെ ഭർത്താവ്. അമ്മു ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു ഭാര്യ, ഒരു പെൺകുട്ടി തന്നെയാണ്. അഭിമാനിക്കും. അതേപോലെ രാഹുലിനോട് എങ്ങനെയാണ് പലരും പലതൊക്കെ വർത്താനം പറയും. ഞാനും പല ബിഡായികളൊക്കെ പല സ്റ്റേജിൽ നിന്ന് തള്ളി വരാറുണ്ട്. പക്ഷെ പ്രാവർത്തികമാക്കാം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സത്യം അതാണ്, അത് പ്രാവർത്തികമാക്കി. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്ഥാനം എന്ന് വെച്ചാൽ വലിയ വലിയ സ്ഥലങ്ങളിൽ തന്നെയാണ്. ആരെ വെച്ച് ഉപമിക്കണം എന്നൊന്നും എനിക്കറിയില്ല, ആരെയും വെച്ച് ഉപമിക്കുന്നില്ല. അപ്പോൾ രാഹുലിൻ്റെ സ്ഥാനം എന്ന് വെച്ചാൽ ഇപ്പൊ എൻ്റെ മനസ്സിലും ഞങ്ങളുടെയൊക്കെ മനസ്സിലും വെച്ചാൽ ഒരു വലിയൊരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും സർവശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനിക്കാൻ പോകുന്ന കുട്ടി തീർച്ചയായിട്ടും കലാകാരനായിരിക്കുന്നു, യാതൊരു സംശയമില്ല. കാരണം കലയോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ഈ സ്റ്റാർ മാജിക്കിൻ്റെ ഈ വേദിയിലെത്തിയത്. എല്ലാവിധ ആയുരാരോഗ്യം നൽകി ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടുവിശേഷങ്ങൾ പറഞ്ഞില്ലല്ലോ. വീട്ടില് ഇപ്പോ അനിയനുണ്ട്, പിന്നെ വല്യമ്മച്ചും വല്യച്ഛനുമാണ് ഉള്ളത്. ഓക്കെ. അച്ഛനും അമ്മയും മരിച്ചുപോയി. പിന്നെ കൂട്ടായിട്ട് ഞങ്ങൾ കുറെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ഇല്ലേ? അതുണ്ട്. ഇപ്പോ എന്താ പറയാ, സ്റ്റാർ മാജിക്കിൽ ഈ പരിപാടിയിലൂടെ കിട്ടിയ കുറേ നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഇപ്പൊ ഒന്നുമില്ല, വർഷാപ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നു 7 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? ഓക്കെ. അപ്പൊ ഏതായാലും സ്റ്റാർ മാജിക് ഫാമിലി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കട്ടെ. ഇവരൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. എന്താ പറയാനുള്ളത് സജിത്തേട്ടാ? എന്താ പറയാ, ശരിക്കും പറയാൻ വാക്കില്ല. സ്റ്റാർ മാജിക്കിൽ ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റി ഇവിടെ ഇരിക്കുകയാണ്. സോ നേരിട്ട് അവരെല്ലാരും കണ്ടോണ്ടിരിക്കുക. യൂഷ്വലി ഫോണിൽ അല്ലെങ്കിൽ ടിവിയിൽ മാത്രമേ കാണാറുള്ളൂ. സോ നമ്മുടെ ഈ ഒരു ഷോന്റെ ഭാഗമായപ്പോ ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള സ്റ്റാർ മാജിക്കും ഇവിടെയൊക്കെ കാണുമ്പോൾ എന്താ സജിത്തേട്ടനെ തോന്നണേ? എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനിപ്പോ സജിത്തിന് ചാട്ടൊക്കെ അടിക്കാൻ ഒരാളെ കിട്ടി ആരെ തല്ല നമുക്കിവിടെ ഒരാളുടെ പേര് പറയണം, ഒരാളുടെ പേര് പറയണം. അങ്ങനെ ആരെയില്ല, എല്ലാരും അങ്ങനെ പ്രത്യേകിച്ച് ആരില്ല. അടിക്കണമെങ്കിൽ എല്ലാത്തിനും അടിക്കണം. ആർട്ടിസ്റ്റുകൾ എല്ലാരെയും എനിക്കിഷ്ടമാണ്, എല്ലാരെയും ഒരുപോലെ തന്നെ ഇഷ്ടമാണ്. പക്ഷെ ഒരാളെ മാത്രം ഇത്തിരി കൂടുതൽ ഇഷ്ടമാണ്. അതാരെയാ പറ. പേര് ശ്രീവിദ്യക്കുട്ടി. ഞാൻ വിളിക്കുന്നത് മുത്തുമണി എന്നാണ്. ശ്രീവിദ്യ. ഞാൻ ശ്രീവിദ്യ നേരത്തെ പറഞ്ഞ എന്റെ ഒരു ഏട്ടൻ വരാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ ഷോയിൽ വന്നിട്ട് ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് സൈത്തേട്ടൻ ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കണേ. അപ്പം ഞാനിങ്ങനെ എനിക്കറിയില്ലല്ലോ ആരാന്നൊന്നും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ ഞാൻ ഈ ഷോയിൽ വന്നത് മുതൽ എൻ്റെ കൂടെയുള്ള ഒരാളാണ്. അത് ഷോ കാണുന്ന ഒരാളായിട്ടല്ല, ചേട്ടനാണ്. ഞാൻ ഇടയ്ക്ക് പോയി കാണാറുണ്ട്. എല്ലാ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇവനൊരു കോസ്റ്റ്യൂം അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കണ അപ്പോൾ മുഖത്തൊരു ചിരി ഇല്ലെങ്കിൽ അപ്പം എന്നെ വിളിച്ച് വഴക്ക് പറയുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അതും ഗസ്റ്റ് സീറ്റിലാണ് അദ്ദേഹം വന്നിട്ടുള്ളേ. എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന പോലെ എനിക്ക്. അതായത് ചേട്ടൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചൊരു കാര്യമാണ്, ഞങ്ങൾ ഇവിടെ തന്നെയാണോ ഇരുത്തുക, ഈ ആർട്ടിസ്റ്റുകളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്ത് നിൽക്കാൻ പറ്റില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു ഫ്ലോറിലെ ഗസ്റ്റ് സീറ്റിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ഫ്ലോറിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ നിങ്ങളെ ഇവിടേക്ക് വെൽക്കം ചെയ്യാണ്. വരൂ, നമുക്ക് അവരെ രണ്ടുപേരെയും കൂടെ ഈ ഒരു ഫ്ലോറിലേക്ക് നമുക്ക് കൊണ്ടുവരാം കേട്ടോ. ചോദിച്ചൊരു ചോദ്യമാണ്, സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ എല്ലാവരുടെ അടുത്തും എനിക്കൊന്ന് ഇരിക്കാൻ പറ്റുമെന്ന്. ഇത് എവിടെ ഇരിക്കണേ? സലീമേട്ടന്റെ തൊട്ടടുത്ത്. അമ്മു ഹാപ്പിയാണോ? അതെ. സജിത്തേട്ടാ എന്താ ഇപ്പൊ പറയാനുള്ളേ? ഇതിൽ പരം ഭാഗ്യം എനിക്ക് ജീവിതത്തിൽ എനിക്ക് കിട്ടാനില്ല. ആർട്ടിസ്റ്റായി അതേപോലെ ചെളിയൊക്കെ അടിച്ചിട്ടിരിക്കും. ഇനി ഒരു കോമഡി പറഞ്ഞിട്ട് തമാശ പറഞ്ഞിട്ട് പോയാൽ മതി. വടക്കഞ്ചേരി കോമഡി, ഒരു നെടുമ്പാശ്ശേരി കോമഡി, ഫ്ലൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോമഡി.
അമ്മ പാട്ട് പാടും ഇല്ലേ? ആ ചെറുതായി. ഞാൻ വെറുതെ ചോദിച്ചതാ. ഓക്കെ, അപ്പൊ അമ്മ ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടുന്നേ? ഷിയാസൊക്കെ പാടിയിട്ട് ഞാൻ പാടാം. അയ്യോ അയ്യോ പിരിച്ചുവിടാൻ വേണ്ടി പാടുന്നതാണ്. അമ്മോ അമ്മോ ഒരുപാട് ദുരന്തങ്ങൾ സഹിച്ചാണ്, ഇനി ഞങ്ങൾക്ക് വയ്യ. അതെ. അമ്മു ഇപ്പൊ ആദ്യം പാടുവോ അതോ ഇവിടെ അമ്മുവിന് വേണ്ടി കുറച്ച് പാട്ടുകൾ ആദ്യം ഓരോ ആർട്ടിസ്റ്റുകൾ പാടിയിട്ട് മതിയോ? ആ പാടിയിട്ട് പാടാം. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ വക ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ അമ്മൂനായിട്ട് കുറച്ച് പാട്ടുകൾ, അമ്മൂനും സജിത്തേട്ടനും കൂടെ വേണ്ടിയിട്ട് നമ്മുടെ വക ഒരു ഗിഫ്റ്റ്. അതെ, ഓണം വരാനായിട്ട് ഒരു കർക്കിടകത്തിലെ മഴ കൊള്ളണമല്ലോ. ഹലോ ചേട്ടാ, ചേട്ടന് മഴ പെയ്യിപ്പിക്കാൻ ഒരു ഭാഗമാണ്. കാരണം ചേട്ടനൊരു പാട്ട് പാടുന്നുണ്ട്. ഹലോ, യെസ്, ആദ്യം ആരാ പാടാൻ പോണേ? ഷാഫി, നമ്മുടെ ഗായകൻ ഷാഫി. ആ മൈക്കാടാ, അതിൽ പാടിയ നന്നായിരിക്കും. എടാ മൈക്ക് മാറിയാലൊന്നും പാട്ട് നന്നാവില്ല. എന്താ നീ മൈൻഡ് ചെയ്യാത്തത്? ഇതിൽ പാടിയ ചിലപ്പോ നന്നായിരിക്കും, പാടാൻ അറിഞ്ഞൂടെങ്കിലും ചിലപ്പോ നന്നായിട്ട് പോകും. അവന്റെ പാടിയ ബാക്കി ഇവിടെ കിടപ്പുണ്ട്. അതാണ് ഞാൻ തിരിച്ചു തന്നത്. ഒരു അടിപൊളി ഐഡിയ പറയട്ടെ. പ്ലാൻ ചെറുതായിട്ട് പാടാനുള്ള ഒരു ഐഡിയ ഞാൻ പറയട്ടെ. സജിത്തേട്ടൻ പറയുന്ന ഒരു പാട്ട് അസിസ്ക പാടിയ കൊള്ളാമെന്നുണ്ട്. അത് പൊളിയും. ഞാൻ പഠിച്ചു വെച്ചൊരു പാട്ടുണ്ട്. പൊളിയില്ല. അസിസ്ക പാടി ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ശരിയാങ്കോ? ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ വന്നപ്പോ മുതൽ ഞാൻ ഈ പാട്ട് പാടിയോ മതിയോ? ഏതാ പറഞ്ഞ പാട്ട്? ശരിയാങ്കോ അല്ലേ? അതല്ല, അയ്യോ, അത് നിർത്തലാക്കി നമ്മുടെ മക്കാ മദീനത്ത്. അയ്യോ അതൊന്നും അറിയില്ല, എനിക്കറിയില്ല. അപ്പൊ ഞാൻ അറിയാവുന്ന പാട്ടാണ്. പഠിച്ചു. താങ്ക്സ് യു. ഇനി ഞാൻ തിത്തേ തിത്തേ നൃത്തം വയ്ക്കും പൂന്തെന്നൽ, മുത്തം വയ്ക്കാനെത്തുന്നുണ്ടേ പല്ലക്കിൽ, എന്തേ തുള്ളാത്തു വാവേ വാവാച്ചി, തുമ്പക്കൂടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളം കാറ്റിന്റെ കൂട്ടുകാരി, മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കിനാക്കൾക്ക് നിന്നെയാണോ ഏറെ ഇഷ്ടം, ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ആ ചിങ്ങിടി മുത്തല്ലേ എന്ന് പറഞ്ഞപ്പോ സലീമേട്ടൻ താങ്ക് യു. താങ്ക് യു ഡയന. അടുത്തത് അനീഷേട്ടൻ. ആഗോള നായകന്റെ ഒരു പാട്ടാണ് അടുത്തതായിട്ട്, പ്രിയമുള്ളവരെ. ആകെയുള്ള നായകൻ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനാൽ ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിതൾ തുമ്പുമായി, പറയാത്ത പ്രിയതരമാമൊരു വാക്കിൻ്റെ മധുരം പടർന്നൊരു ചുണ്ടുമായി, വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്ന നിറമൗന ചഷകത്തിൻ ഇരുപുറം ഇനി സുധിച്ചേട്ടനാണ്. അതായത് നമ്മുടെ സജിത്തേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ മുത്തുമണിയെ കൊണ്ട് എനിക്കൊരു പാട്ട് പാടിക്കാൻ പറ്റുമോ, എന്റെ ഒരു ആഗ്രഹമാണെന്ന് എന്റെ ചെവിയിൽ പറഞ്ഞു. സജിത്തേട്ടന്റെ മുത്തുമണി എന്ന് പറഞ്ഞ ശ്രീവിദ്യയാണ്. അപ്പൊ ചേട്ടാ എനിക്ക് വേണ്ടി ഒരു പാട്ട്.
അത് വേണോ? മുത്തുമണിക്ക് ഇഷ്ടപ്പെട്ട ഏത് പാട്ടാലും കുഴപ്പമില്ല. അയ്യോ അത് വേണോ? ഉള്ള സ്നേഹം ഇന്നത്തെ കൊണ്ട് തീരണം. കോമഡി കുറുക്കം വേണ്ട. കോമഡി കുറുക്കം വേണ്ട. എനിക്ക് ആകെ ഹിറ്റായ ഒരു പാട്ടില്ല. പക്ഷെ ഞാൻ സജിത്തേട്ടന് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കണ്ട്. അത് ഞാൻ ഇതില് പറയാം. ആണ് പാട്ടാണ്. ഞാൻ സജിത്തേട്ടന് വേണ്ടിയിട്ട് അത് ഞാൻ പാടിക്കഴിഞ്ഞ കൊള്ളാം. അതുകൊണ്ട് ഒരാളെ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഷാഫിക്ക ഒന്ന് ഞാൻ പറഞ്ഞ പാട്ട് പാടിക്കൊടുക്കോ? ഒരു കുഞ്ഞ് അനിയത്തി ചേട്ടന് വേണ്ടി, ചേട്ടൻ പാടുന്ന പാട്ടാണ്, ചേട്ടൻ അനിയത്തിക്ക് വേണ്ടി പാടിയ പാട്ടാണ് സിനിമയിൽ. വെണ്ണിലാ കുമ്പിലേരാപ്പാടി എന്നും ഈ ഏട്ടൻ്റെ ചിങ്കാരി. വെണ്ണിലാ കൊമ്പിലെ രാപ്പാടി എന്നും ഈ ഏട്ടൻ്റെ ചിങ്കാരി. മഞ്ഞു നീർത്തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ. വെണ്ണിലാ കൊമ്പിലെ രാപ്പാടി എന്നും ഈ ഏട്ടൻ്റെ ചിങ്കാരി. സജിത്തേട്ടൻ ഇവിടെ വന്നേന് ഡെഡിക്കേഷൻ ആണ്, എന്റെ സർപ്രൈസ് ആണ് ഇത്. കറക്റ്റ് വരികളിലുള്ള പോലെ അതാ മഞ്ഞു നീർ തുള്ളി പോലെ. അല്ല നന്നായി. ഒരു ചേട്ടന് ഒരു അനിയത്തി കൊടുക്കേണ്ട ഏറ്റവും നല്ല ഗിഫ്റ്റാണ്. അവള് പാടായിരുന്നു നന്നായി. അയ്യോ ഒരു പലകയിലൊരു തൊളകയുമായിട്ട് ഒരു. അല്ല ലക്ഷ്മി പറഞ്ഞു, ലക്ഷ്മി ഒരു പാട്ട് പാടാതെ. ശരി. ഇവിടെയുള്ള എല്ലാവരും സജിത്തേട്ടനും അതുപോലെ തന്നെ നമ്മുടെ അമ്മൂനും വേണ്ടിയിട്ടാണ് പാടിയത്. ഞാൻ സജിത്തേട്ടനും അമ്മൂനും, അത് മാത്രമല്ല അമ്മൂന്റെയും രാഹുലിന്റെയും കുഞ്ഞുവാവയ്ക്കും കൂടെ വേണ്ടിയിട്ടൊരു പാട്ട്. ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, ചെരിഞ്ഞാടിയാടി ഉറങ്ങ് നീ, ആകാശത്തു ഞാലാട് നീ, കാണാക്കിനാ കണ്ടുറങ്ങ് നീ. ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, ചെരിഞ്ഞാടിയാടി ഉറങ്ങ് നീ, ആകാശത്തു ഞാലാട് നീ, കാണാക്കിനാ കണ്ടുറങ്ങ് നീ. അമ്പോറ്റി നീ കണ്ടോണ്ടുറങ്ങുമ്പം കൽക്കണ്ട കുന്നേല് കാണായി വരും. കൽക്കണ്ട കുന്നിൻ്റെ ഉച്ചിയില് ചെല്ലുമ്പം അമ്പിളിത്തമ്പ്രാന്റെ കോലം കാണാം. ആ കോലത്തെത്തുമ്പം അവിടം എന്തൊരു രസമെന്നോ. പാൽ കാവടി അവിടുണ്ട്, അരികെ പായസപ്പുഴയുണ്ട്, അവിടെ കാത്തൊരമ്മയിരിപ്പുണ്ട്. ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, ചെരിഞ്ഞാടിയാടി ഉറങ്ങ് നീ, ആകാശത്തു ഞാലാട് നീ, കാണാക്കിനാ കണ്ടുറങ്ങ് നീ. ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, ചെരിഞ്ഞാടിയാടി ഉറങ്ങ് നീ, ആകാശത്തു ഞാലാട് നീ. ഞങ്ങൾ എല്ലാരും ഇപ്പൊ ഋതവും താളവും അതുപോലെ പിച്ചും ഒന്നും ഇല്ലാണ്ടാണ് പാടിയത്. പക്ഷെ വേറെ ലക്ഷ്മി ഞാൻ കേട്ട ഇത് ഇവര് ഉദ്ദേശിച്ച പാട്ട് ഇതല്ല. നമ്മളെ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ല അവരുടെ അല്ലേ രീതി, ഇതല്ലല്ലോ. ഇതെല്ലാം മാറ്റിമറിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉഴുത് മറിക്കാനേ, ഉഴുത് മറിച്ചടക്കും. നമ്മളൊരു പയ്യനാണ്, ഞാൻ വളർത്തിയ ടീം. എല്ലാവരും താളം തെറ്റിച്ചാ പാടിയത്. താളത്തിലൊരു പാട്ട് കേൾക്കാം നിങ്ങൾക്ക്. അതെ അതെ, കുമ്പളങ്ങിയോട് ഫോട്ടോ വെച്ച് വേണം. എന്താ സജിത്തേട്ട ഒന്നും മിണ്ടാതെ? കുമ്പളങ്ങി മതി. ശരി ടീമേ, ഓക്കെ. ഓസ്കർഷ ഇസറ്റി. കുമ്പളങ്ങിക്കായലിലെ കരിമീൻ കഴിച്ചോ, കണ്ണമാലി കടലിൽ കണമ്പ് വന്നോ, കണ്ടക്കടവിലെ കടവ് കണ്ടോ, കുട്ടന്റെ കടയിലെ കട്ടൻ കുടിച്ചോ ടീമേ.
ടീമേ 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 ആ ടീമേ 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 കുമ്പളങ്ങി കായലിലെ കരിമീൻ കഴിച്ചോ കണ്ണമാലി കടലിൽ കണമ്പ് വന്നോ കണ്ടക്കടവിലെ കടവ് കണ്ടോ കുട്ടന്റെ കടയിലെ കട്ടൻ കുടിച്ചോ ടീമേ 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 കട്ടൻ കുടിക്കണ കുട്ടപ്പ കണ്ണ് കാട്ടുന്ന കുഞ്ഞമ്മ കടലിലും കായലിലും കളിച്ചു കുളിച്ചു കാട്ടുകള്ളൻ കുഞ്ഞാപ്പൂ ടീമേ 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 കുമ്പളങ്ങി കായലിലെ കരിമീൻ കഴിച്ചോ കണ്ണമാലി കടലിൽ കണമ്പ് വന്നോ കണ്ടക്കടവിലെ കടവ് കണ്ടോ കുട്ടന്റെ കടയിലെ കട്ടൻ കുടിച്ചോ ടീമേ 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 This is a song of what is that? This is the Tolaha Palaha. മകളെ ഒരു പലഹ അതിൽ 4 തൊളഹ മകളെ ഒരു പലഹ അതിൽ 4 തൊളഹ അതാണ് മക്കളെ കേരമ്പോൾ കേരമ്പോൾ അതാണ് മക്കളെ കേരമ്പോൾ കേരമ്പോൾ മകളെ ഒരു പലഹ അതിൽ 4 തൊളഹ മകളെ ഒരു പലഹ അതാണ് 4 തൊളഹ അതാണ് മക്കളെ കേരമ്പോൾ കേരമ്പോൾ അതാണ് മക്കളെ കേരമ്പോൾ കേരമ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ ബോട്ട് നിറയെ സായിപ്പന്മാരാണ് ബോട്ട് ചട്ടിയിൽ ബോട്ട് നിറയെ സായിപ്പന്മാരാണ് ബോട്ട് 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 ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയിൽ മത്തി 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 ഞങ്ങളുടെ ചീന ചട്ടിയിൽ ബോട്ട് നമ്മുടെ ബോട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ ബോട്ട് നിറയെ സായിപ്പന്മാരാണ് ബോട്ട് വന്നല്ലോ ബോട്ട് നിറയെ സായിപ്പന്മാരാണ് ബോട്ട് 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 ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയിൽ മത്തി 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 ഞങ്ങളുടെ ചീന ചട്ടിയിൽ ബോട്ട് 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 ഞങ്ങളുടെ ബോട്ട് ചട്ടിയിൽ ചട്ടി ചട്ടി ചീന ചട്ടി ചീന വല ചൈനക്കാരുടെ ഫോർട്ട് കൊച്ചി ബോട്ട് ചട്ടി ഞങ്ങളുടെ കൊച്ചിക്കാരുടെ അടുത്ത പാട്ട് വരും താങ്ക് യു കേട്ടിരുന്നതിന് സന്തോഷം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇത് വളരെ മോശമായി പോകും ഇത് തികഞ്ഞില്ല തികയണമെങ്കിൽ കോളം തികയണമെന്നുണ്ടെങ്കിൽ ഇത് പൂർത്തീകരിക്കണം അല്ല അവര് പറഞ്ഞേ കൂടിയാണ് അല്ലേ ശബ്ദം ഭയങ്കര അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇത്ര നേരം നമ്മളൊരു മോട്ടിവേഷൻ കൊടുത്തത് എന്തിനായിരുന്നു അമ്മുവിന്റെ പാട്ടിന് വേണ്ടിട്ടാ അമ്മ റെഡിയാണോ ഓക്കെ അപ്പൊ അമ്മ പറയൂ ഏത് പാട്ട് നമുക്ക് വേണ്ടി പാടിത്തരാൻ പോണേ അമ്മുന്റെ ഹോബി തന്നെ പാട്ടുപാടലാണ് കേട്ടോ രാഹുലിന് എപ്പോഴും പാട്ട് പാടിക്കൊടുക്കും ശരിയല്ലേ അതെ അയ്യോ ഇത് ഞാൻ വെറുതെ പറഞ്ഞതാ ശരി ഓക്കെ അപ്പൊ ഏത് പാട്ടാ പാടാൻ പോണേ തമിഴ് സോങ് പാടാം ഓക്കെ தாய்மொழி மறந்தேன் கண்ணாளனே எனது
നേരം നമ്മുടെ കൂടെ ചിരിക്കാനും കൂട്ടുകൂടാനും ഇവരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. നമ്മുടെ സജിത്തേട്ടനും അതുപോലെ തന്നെ അമ്മും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര സന്തോഷത്തിലാണ്. അതിനേക്കാൾ ഇരട്ടി സന്തോഷമാണ് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവരുടെ കൂടെ നമുക്ക് ഈ വേദി പങ്കുവയ്ക്കാൻ പറ്റിയില്ലേ അല്ലേ. അപ്പോൾ ഇതെല്ലാം ഒരാൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന്, ഒരാൾ പാലക്കാട് നിന്നുമാണ് വന്നത്. സോ ഇതിന്റെ പിന്നിൽ എഫേർട്ട് എടുത്ത കുറേ പേരുണ്ട് ഇവരുടെ ഈ ഒരു യാത്ര ഇവരെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. സോ ഇവരുടെ 2 പേരുടെ കൂടെ വന്നിട്ടുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് വേദിയിലേക്ക് വരുമോ പ്ലീസ്. സജിത്തേട്ടന്റെ വല്യമ്മയാണ്, അതുപോലെ തന്നെ അമ്മൂന്റെ അല്ലേ അമ്മ. അപ്പോൾ അമ്മയും അതുപോലെ അമ്മായിയമ്മ, പക്ഷെ അമ്മ തന്നെയാണ് അല്ലേ. ആ ഒരു ചേർത്ത് പിടിക്കൽ തന്നെ നമുക്കറിയാം. ഇവിടെ ആണെങ്കിലും അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് അമ്മേ? ഒന്നും പറയാൻ സന്തോഷാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഒരു സന്തോഷ കണ്ണീരാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം അതുപോലെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ എൻ്റെ മോൻ പറഞ്ഞു, ചെറിയ ഈ ആലോചനയൊക്കെ ഇട്ടപ്പോൾ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് അങ്ങനെ പൊട്ടിത്തെറിയായിട്ടുള്ള രീതിയല്ല. ഇങ്ങനൊരു കുട്ടിയെ ഞങ്ങൾ കൊണ്ടുവന്നാൽ അതുപോലെ കെയർ ചെയ്ത് നോക്കണം. അതിനുള്ള ഒരു സാഹചര്യം അല്ല എൻ്റെ വീട്ടിൽ. ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇതുപോലൊരു കുട്ടി ഞങ്ങൾക്ക് ജനിച്ചാൽ ഞങ്ങൾ നോക്കണ്ടേ. അപ്പോൾ അതുപോലെ കരുതിയാണ് ദൂരം വന്നത് തന്നെ ആ ഒരു മോളോട്. അതായത് ഒരിക്കലും ഒരു അമ്മായിമ്മ മകളായിട്ടല്ല, സ്വന്തം മോളായിട്ടാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. അല്ലെങ്കിൽ ഇവർക്ക് 2 പേർക്കും മാത്രം വന്നാൽ മതിയായിരുന്നു അല്ലേ രാഹുൽ. അപ്പോൾ ഏതായാലും ഒരു ഹാപ്പി എൻഡിങ് തന്നെ ആവട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഫ്രണ്ട്സ് അല്ലേ, കട്ട ചങ്ക്സ് ആണ്, ഇവിടെ എത്തിക്കാൻ സഹായിച്ച വ്യക്തികളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ഷോനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ലൈഫിൽ വലിയൊരു വെളിച്ചമാണ് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇനിയും അവരുടെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ചം പകരാനായിട്ട് ഞങ്ങൾ സ്റ്റാർ മാജിക് ടീം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ളവർക്ക് ആർക്കൊക്കെ നമ്മുടെ ഷോയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിച്ച് തരുന്നുള്ളൊരു വാക്കാണ്. സലീമേട്ട, ഈ ഒരു വേദിയിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര അഭിമാന നിമിഷമാണ്. സലീമേട്ടൻ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് സലീമേട്ടൻ്റെ മനസ്സിൽ എന്താ ഇപ്പൊ പറയാനുള്ളത്? അല്ല, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. എന്റെ കണ്ണ് നിറയുന്നോ എന്താന്ന് എനിക്കറിയില്ല. ഈ വോക്കൽ ബ്ലോക്ക് എന്നൊക്കെ പറയൂലേ, എനിക്ക് എന്ത് മറുപടി വേണമെന്ന് അറിയില്ല. അതൊരു ദൈവമായിട്ട് നമുക്ക് സൃഷ്ടിച്ചൊരു സായനമാണ് അത്. ഈ സ്റ്റാർ മാജിക്കിന്റെ ഈ എപ്പിസോഡ് ഇത് കാലാകാലങ്ങളോളം ജനങ്ങൾ ഓർത്തിരിക്കും, ആളുകളുടെ മനസ്സിലുണ്ടാവും, എൻ്റെ മനസ്സിലുണ്ടാവും തീർച്ചയായിട്ടും. എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രേ ഉള്ളൂ. ഒരിക്കൽ കൂടെ ഇത്രയും ദൂരം സ്റ്റാർ മാജിക്കിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ചേട്ടനത് അധികം നേരം ഇരിക്കാനും കൂടെ പറ്റില്ല. പക്ഷേ ഇദ്ദേഹം എത്തിയത് നമ്മുടെ ഷോനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണെന്ന് വേണം പറയാനായിട്ട് അല്ലേ അസീസ്ക? സത്യം പറഞ്ഞ നമ്മുടെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. സത്യം. ഇവർക്ക് അവരുടെ മനസ്സിൽ അല്പമെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ, അതിൽ നമ്മൾ കാരണക്കാരാകുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞങ്ങൾക്ക്. ഇവർ ഞങ്ങളുടെ സൂപ്പർ ഹീറോസ് തന്നെയാണ്. ഇത്രയും വർഷക്കാലം ഈ ഒരു ഷോയെ സ്വന്തം അല്ലെങ്കിൽ സ്ട്രോങ് പില്ലറായിട്ട് സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഫ്രീഡം തന്ന, ഇത്രയും നല്ല രീതിയിൽ നമ്മുടെ ഷോ മികച്ചു പോകുന്നുണ്ടെങ്കിൽ, ഇത്രയും തോട്ട്സ് ഐഡിയാസ് മനസ്സിലൊതുക്കുന്ന നമ്മുടെ ഷോ ഡയറക്ടർ അനൂപ് ജോൺ, താങ്ക് യു സോ മച്ച് അനൂപേട്ട. നമ്മുടെ ഷോനെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവന്നതിനും അതിനൊരു എഫേർട്ട് എടുത്തതിനും താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു സോ മച്ച് സജിത്തേട്ട. അമ്മു, താങ്ക് യു സോ മച്ച്. ഇനി കുഞ്ഞാവേ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. സജിത്തേട്ട, ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന്. സ്റ്റാർ മാജിക്കിനോടും അതുപോലെ എല്ലാ ആർട്ടിസ്റ്റിനോടും, പ്രത്യേകിച്ച് നമ്മുടെ അനൂപേട്ടനോടും അല്ല, നമ്മളെ ഭയങ്കര സെന്റിമെന്റിലൊക്കെ പോയി. എനിക്ക് ഒന്ന് പറയാണ്ടൊക്കെ പറ്റാണ്ട് വളരെ വികാര മാറ്റണ്ടേ നമുക്ക്. ശരി, അപ്പളേ ഈ ഒരു വിഷമം സങ്കടം ഒന്നും നമ്മളൊരു അടിച്ച് പോളി പാട്ടിട്ടിട്ട് അങ്ങോട്ട് അർമാദിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ടീമിന്റെ പാട്ടല്ല. മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ
പഴയതായിട്ടുണ്ടോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ മൈജിയിലേക്ക് ചെല്ലാം കേട്ടോ. എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ അവിടെ ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു എന്തും എന്തിനോടും എന്നുള്ള എക്സ്ചേഞ്ച് ഓഫർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കേടായിട്ടുള്ള ഗാഡ്ജറ്റുകൾ നിങ്ങൾക്ക് മാറ്റിയിട്ട് ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സ് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് പർച്ചേസ് ചെയ്യാം. അത് മാത്രമല്ല ബ്രാൻഡുകൾ നൽകുന്ന വാറണ്ടിക്ക് പുറമേ ആയിട്ട് മൈജി നൽകുന്ന 1 വർഷത്തെ അധിക വാറണ്ടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് അടിപൊളി ഗാഡ്ജറ്റ്സ് സ്വന്തമാക്കാൻ സാധിക്കും. സോ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ ഈ ഒരു 1 മണിക്കൂർ സമയം ശരിക്കും 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നീണ്ടു നിവർന്നിരിക്കുകയാണെങ്കിൽ സ്റ്റാർ മാജിക് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 1 മണിക്കൂർ 1 മിനിറ്റ് പോലെയാണ് തോന്നുന്നത് എന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പൊ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.